വിഴിഞ്ഞം തുറമുഖം LDFിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം നടപ്പിലാക്കിയ പദ്ധതി എന്ന് EP ജയരാജൻ ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ വികസനം കേരളത്തിന്റെ സർവ്വ മേഖലയിലും പുരോഗതി കൊണ്ടുവരുന്നൊരു പദ്ധതി കൂടിയാണ്. ഇത്തരത്തിലൊരു പദ്ധതി കേരളത്തിൽ എല്ലാവരും ആഗ്രഹിച്ചതുമാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായി ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഈ പദ്ധതി വിജയത്തിലെത്തിക്കാൻ കഠിന ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ ഫലമായി അത് പ്രാവർത്തികമാവുകയും ഉദ്ഘാടനം നടത്തുകയും ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരത്തിലൊരു പദ്ധതി ഉദ്ഘാടനം നടക്കുമ്പോൾ എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് ഒരു വലിയ പരിപാടിയാക്കാനാണ് കേരള ഗവൺമെന്റും ഇടതുപക്ഷവും കൂടുതലും ശ്രമിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ബൃഹത്തായ ഒരു പദ്ധതി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായി ഉദ്ഘാടനം നടന്നാൽ അതിന്റെ അംഗീകാരം ജനങ്ങൾക്ക് നൽകുമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് ബോധപൂർവം തന്നെ ഈ ചടങ്ങുകളെ തുടക്കം മുതൽ വിവാദത്തിലാക്കാനും അതുപോലെ മറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. യഥാർത്ഥത്തിൽ വിവാദം ഉണ്ടാക്കുകയല്ല, മറിച്ച് ഇത്തരത്തിലൊരു പദ്ധതി നമ്മുടെ കേരളത്തിനുണ്ടാകുന്ന വികസനത്തെക്കുറിച്ചും അതുപോലെ സംസ്ഥാനത്തിനുണ്ടാകുന്ന അഭിവൃദ്ധിയെക്കുറിച്ചും മനസ്സിലാക്കി അഭിമാനിക്കാനും അതിന്റെ പ്രചാരകരാകുവാനുമാണ് കൂടുതലും ശ്രമിക്കേണ്ടത്. വികസന കാര്യങ്ങളിൽ സങ്കുചിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തിക്കൊണ്ട് UDF സ്വീകരിക്കുന്ന നിലപാടുകൾ യഥാർത്ഥത്തിൽ അപക്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJPയും ഇതേ നിലപാടിലേക്കാണ് കൂടുതലും എത്തുന്നത്. ഇടതുപക്ഷത്തിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം നടപ്പാക്കിയ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി എത്തി. പദ്ധതി വിഹിതത്തിന്റെ കണക്കുകളെല്ലാം ചർച്ച ചെയ്യുകയും ചെയ്തു. ഇടതുപക്ഷ ഗവൺമെന്റിന് കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ BJP അതിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആസൂത്രണം ചെയ്യുകയുണ്ടായി. ഇതെല്ലാം രണ്ടു കൂട്ടരും പരസ്പരം ആലോചിച്ച് തന്നെയാണ് ചെയ്യുന്നത് എന്നതിലും സംശയമില്ല. പക്ഷേ ഈ നിലപാടുകൾ കേരളത്തിന്റെ വികസനത്തിന് ഗുണം ചെയ്യില്ല എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വികസന പ്രവർത്തനങ്ങളിൽ പരസ്പരം യോജിച്ചു പോകുന്നതിന് കഴിയണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങ് ബഹിഷ്കരിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം എന്നത് നിരക്കാത്ത പ്രവൃത്തി കൂടിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അതേ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. നാടിന്റെ വികസന കാര്യത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ രണ്ട് നിലപാടുകൾ നമുക്ക് ഇതിൽ നിന്നും വ്യക്തമായി കാണുവാൻ കഴിയുകയും ചെയ്യും. നാടിന് ഗുണം ചെയ്യുന്ന പദ്ധതികൾക്കെതിരെ നിൽക്കുന്നതിന് പകരം ഒന്നിച്ചു നിന്ന് എല്ലാ നേട്ടങ്ങളും നാടിന്റെ നന്മയ്ക്കായി നൽകാൻ കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനായിരിക്കണം എല്ലാവരും കൂടുതൽ ശ്രമിക്കേണ്ടതെന്നും EP ജയരാജൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ദിവസം തന്നെ ചരിത്രമാകുമെന്ന് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മകനും MLAയുമായ ചാണ്ടി ഉമ്മനും തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പല അനുമതികളും വാങ്ങിയെടുത്തത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയാണെന്നും അദ്ദേഹം ഒരു കല്ല് മാത്രമേ ഇട്ടു എന്ന് പറയുന്നത് CPM പറയുന്നത് പച്ചക്കള്ളമാണെന്നും ചാണ്ടി ഉമ്മൻ ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തു. ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള യഥാർത്ഥ ശ്രമമാണ് LDF സർക്കാർ കൂടുതലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും CPM യഥാർത്ഥത്തിൽ ഭയപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നതെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതേസമയം തന്നെ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിനോടനുബന്ധിച്ച് തലസ്ഥാനത്ത് കനത്ത സുരക്ഷയായിരുന്നു കൂടുതലും ഏർപ്പെടുത്തിയിരുന്നത്. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ ഇച്ഛാശക്തിയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാൻ കാരണമെന്ന് മന്ത്രി VN വാസവനും പറയുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞെടുത്ത് എല്ലാം സാധ്യമാക്കുമെന്ന വാക്ക് അർത്ഥപൂർണ്ണമാകുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇടത് സർക്കാരും പദ്ധതിയിൽ കൂടുതലും പങ്കുവഹിച്ചിരുന്നത്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടാണ് ജൂലൈയിൽ ട്രയൽ റൺ നടത്തുകയും ചെയ്തത്. 285 കപ്പലുകൾ ഇതുവരെ വിഴിഞ്ഞത്തെത്തിയെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി. തുറമുഖത്തിന്റെ ശില്പി എന്നും കാലം കരുതിവെച്ച കർമ്മയോഗി എന്നും പുകഴ്ത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി VN വാസവൻ സ്വാഗതം ചെയ്തത്. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞത് അർത്ഥപൂർണ്ണമായി എന്ന് പറഞ്ഞാണ് വാസവൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്.